ഹലോ ഗൈസ്, ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് വെള്ളരിക്ക പച്ചടിയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഈ വെള്ളരിക്ക തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും വേപ്പിലയും ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഉപ്പ് എടുത്തിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വേപ്പില ഇടാം. കുറച്ച് വേപ്പിലയും കൂടി എടുത്തിട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ 1 ഗ്ലാസ് വെള്ളം കൂടെ ഇതിൽ ഒഴിച്ചിട്ട് നമുക്ക് 1-2 വിസിലടിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം ചെറിയത് വേണം. അതുപോലെ തന്നെ 2 പച്ചമുളകും, ഒരു 1/2 ടീസ്പൂൺ കടുക്, പിന്നെ കുറച്ച് ജീരകം വേണം. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഈ നാളികേരം നല്ല വെള്ളമൊക്കെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ച് വെച്ച് വെള്ളരിക്കയിലേക്ക് ചേർക്കാം. നമ്മുടെ വെള്ളരിക്ക വേവാൻ വെച്ചത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. ഇപ്പോൾ ഇതിലേക്ക് അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് ഇളക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നാളികേരം വെച്ചിട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയിട്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ്. അപ്പോൾ നമ്മുടെ തൈര് നല്ല കട്ടത്തൈര്, കട്ടയൊന്നും ഇല്ലാണ്ട് ഒന്ന് ഉടച്ചെടുത്തിട്ട് അത് ഇതുപോലെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇറക്കി വെച്ച് കടുക് പൊട്ടിക്കാം. ഇപ്പോൾ നമ്മളിതിലേക്ക് തൈരൊക്കെ ചേർത്തിട്ട് നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകും വറ്റൽമുളകും പൊട്ടിച്ചിടാം. ഇപ്പോൾ ചീനച്ചട്ടി ചൂടായതിനുള്ളിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് താളിക്കാം. ഇപ്പോൾ നമ്മുടെ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇനി വറ്റൽമുളകും വേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് താളിക്കാം. അപ്പോൾ നമ്മൾ ഈ കടുകും വറ്റൽമുളകൊക്കെ ഇതിൽ കറിയിലേക്ക് താളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പച്ചടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ വെള്ളരിക്ക പച്ചടി. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.